KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ ചെറുതോണിയിൽ ആരംഭിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ LDF പ്രതിഷേധ ധർണ നടത്തി. എന്ത് വില കൊടുത്തും മാർച്ച് 2-ന് പ്രവർത്തനം ആരംഭിക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി CB വർഗീസ് വ്യക്തമാക്കി. നിർമ്മാണം പൂർത്തിയാക്കിയ ചെറുതോണി ബസ് സ്റ്റാൻഡിലെ മുറികൾ ജില്ലാ പഞ്ചായത്ത് വിട്ടുനൽകാത്തതാണ് പ്രവർത്തനം ആരംഭിക്കുന്നതിന് തടസ്സമായത്. ചെറുതോണിയിൽ KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ ആരംഭിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന UDF നേതൃത്വത്തിലുള്ള ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ LDFിന്റെ നേതൃത്വത്തിൽ ചെറുതോണിയിൽ പ്രതിഷേധ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. പുതിയ ബസ് സ്റ്റാൻഡിനോടനുബന്ധിച്ച് ഓപ്പറേറ്റിംഗ് സെന്ററും വിശ്രമമുറിയും അനുവദിക്കാത്തതാണ് പ്രതിഷേധത്തിന് കാരണമായത്. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ സിജി ചാക്കോ അധ്യക്ഷനായ യോഗം CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CB വർഗീസ് ഉദ്ഘാടനം ചെയ്തു. അതിനാണ് പരിഹാരം ഉണ്ടാക്കാൻ നിലപാട് സ്വീകരിച്ചത്. അപ്പോൾ ബസ്സിന്റെ അവിടെ ഒരു ദിവസക്കാലം റോഷേഖൻ മന്ത്രി എന്ന രൂപത്തിൽ അവിടെ നിന്ന് മന്ത്രിമാരെ വിളിച്ച് ബസ്സിന്റെ അയോട്ട് വീഴോ അതിന് ജീവനക്കാരെ തയ്യാറാക്കി പുതിയ ബസ് തന്നെ കണ്ടെത്തി അതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഈ ജില്ലാ ആസ്ഥാനത്തിന്റെ മേഖലയിൽ ഉണ്ടാകുന്ന ഒരു വികസനത്തിന് വേണ്ടി നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനോടൊപ്പം നിൽക്കാനുള്ള മര്യാദ കാണിക്കുന്നത്. പൊതുജനങ്ങൾക്ക് മികച്ച ഗതാഗത സൗകര്യം ഉറപ്പാക്കുവാൻ ഡിപ്പോ പ്രവർത്തനം അനിവാര്യമാണെന്നും എന്ത് വില കൊടുത്തും മാർച്ച് 2-ന് ചെറുതോണിയിൽ KSRTC ഡിപ്പോ പ്രവർത്തനം ആരംഭിക്കുമെന്നും CB വർഗീസ് വ്യക്തമാക്കി. ഒരു കെട്ടിടം വാടകയ്ക്കെടുക്കാൻ തീരുമാനിച്ചു. ആ കെട്ടിടം വാടകയ്ക്കെടുത്തു. KSRTCക്കാരെല്ലാം വന്ന് കണ്ട് ബോധ്യപ്പെട്ട് നിലപാട് സ്വീകരിച്ച് 2-ാം തീയതി രാവിലെ 10 മണിക്ക് ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് ഏതാണ്ട് ഈ ജില്ല രൂപപ്പെട്ടതിനു ശേഷം ജനങ്ങളുടെ സ്വപ്നമായിരുന്നു ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് KSRTC. ജില്ലാ പഞ്ചായത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ ബസ് സ്റ്റാൻഡിന്റെ നടത്തിപ്പ് ചുമതല വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിനെ കൈമാറിയിരുന്നു. മുൻ ഭരണസമിതി ലൈസൻസിനായി RTOയ്ക്ക് അപേക്ഷ നൽകിയിരുന്നു എങ്കിലും തുടർ നടപടികൾ ഒന്നുമുണ്ടായില്ല. ഇതോടെ ജില്ലാ ആസ്ഥാനമായ ചെറുതോണിയിൽ നിന്നും KSRTC ഡിപ്പോ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന ആശങ്ക ഉയരുന്നു. ചെറുതോണിയിൽ നടന്ന സായാഹ്ന ധർണയിൽ റോമിയോ സെബാസ്റ്റ്യൻ, ഷിജോ തടത്തിൽ, KG സത്യൻ, അനിൽ കൂവപ്ലാക്കൽ എന്നിവരും പങ്കെടുത്തു. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.